വിശേഷം? എല്ലാവരും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്, അതായത് പാൻ കേക്ക്. അപ്പോൾ പാൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാക്സിമം എന്താ പറയുക, ഒരു 90% ആൾക്കാർക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും 10% ആൾക്കാർക്ക് അറിയില്ല ഇപ്പോഴും കറക്റ്റായിട്ട് എങ്ങനെയാണ് പാൻ കേക്ക് ഉണ്ടാക്കാന്ന്. ഇന്നത്തെ വീഡിയോയിൽ മുട്ട വെച്ചിട്ടുള്ള പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ മുട്ടയില്ലാതെയും എങ്ങനെയാണ് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ തേൻ, അതും അല്ലെങ്കിൽ നമുക്ക് ന്യൂട്ടെല്ല അല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡ്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് കണ്ടിട്ടില്ല. അതായത് നമ്മുടെ ന്യൂട്ടെല്ലയുടെ ഒക്കെ ടേസ്റ്റ് വരുന്ന വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് സ്പ്രെഡ് കേട്ടോ. അപ്പോൾ അതും വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതനുസരിച്ച് കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമാണ് പാൻ കേക്ക്. ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസം നമുക്ക് എങ്ങനെയാണ് ഈസി പീസി ആയിട്ടുള്ള പാൻ കേക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? നമുക്ക് പല രീതിയിലും പാൻ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ഞാൻ കാണിക്കുന്നത് ബേസിക് ആയിട്ടുള്ള പാൻ കേക്കാണ്, അതായത് മുട്ട ചേർത്തിട്ടുള്ള പാൻ കേക്കാണ്. മുട്ടയില്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് കൂടാണ്ട് വേറെ എപ്പോഴെങ്കിലും ഞാൻ പഴം വെച്ചിട്ടുള്ള പാൻ കേക്കും അതുപോലെ തന്നെ ഓട്സ് വെച്ചിട്ടുള്ള പാൻ കേക്കും, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പാൻ കേക്ക്സ് ഉണ്ട്. നമുക്കതെല്ലാം പതുക്കെ പതുക്കെ കാണാം. ഇപ്പോൾ തൽക്കാലം ബേസിക് ആയിട്ടുള്ള പാൻ കേക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ബേക്കിംഗ് പൗഡറാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ബേക്കിംഗ് പൗഡർ നമുക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ കേട്ടോ. പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ കുറച്ചും കൂടെ നല്ലത് ബേക്കിംഗ് പൗഡറാണ്. പക്ഷേ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കാം. ഈ പാൻ കേക്കൊക്കെ അപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ബേസിക് ആയിട്ടുള്ള പാൻ കേക്ക് കറക്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേക്കിംഗ് പൗഡറും ഈ മൈദയും കൂടി നന്നായിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുത്താലും മതിയാവും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ ബേക്കിംഗ് പൗഡർ എത്തിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും അരിക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മൈദ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ മൈദയ്ക്ക് പകരമായിട്ട് ആട്ട ഉപയോഗിക്കാം. പക്ഷേ പാൻ കേക്ക് എന്ന് പറയുന്നത് മൈദ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. മൈദ വെച്ച് ചെയ്യുന്ന ടേസ്റ്റ് എന്തായാലും ആട്ട വെച്ച് ചെയ്താൽ കിട്ടില്ല. പക്ഷേ മൈദ ഉപയോഗിക്കാത്തവർക്ക് നിങ്ങൾക്ക് ആട്ട വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഇതിൽ മുട്ട ഉപയോഗിക്കുന്നുണ്ട്. മുട്ട ഉപയോഗിക്കുന്ന കാരണം ഞാൻ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല. അതേസമയം ഇപ്പോൾ മുട്ട താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം, മുട്ട ഉപയോഗിക്കുന്നില്ല എങ്കിൽ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ മുട്ട ഉപയോഗിക്കുന്നുള്ള കാരണം ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗൾ എടുക്കാം. ആ ബൗളിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ വെണ്ണ, അതായത് ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് കൂടാൻ പാടില്ല, എന്നാൽ അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി, അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഇടാം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. ഒരു മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്, തണുപ്പില്ലാത്ത മുട്ടയാണ്. അത് ഒരു മുട്ട നമുക്കിതിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഞാനിതിലോട്ട്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ട ഉപയോഗിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? വെണ്ണയും പഞ്ചസാരയും ഉപ്പും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ, മുട്ട ഉപയോഗിക്കാത്തവർ. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക്, ഞാനിത് തിളപ്പിച്ചാറിയ പാലാണ്, തണുപ്പില്ലാത്ത പാൽ വേണം നമുക്ക് ഉപയോഗിക്കാൻ. തിളപ്പിച്ചിട്ട് ചൂടാറ്റിയ പാലാണിത്. നമുക്ക് ഒരു ഗ്ലാസ് ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല, 3/4 ഗ്ലാസ് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അവസാനം നോക്കിയിട്ട് മുഴുവനും പാൽ ഒഴിച്ചെടുക്കും. അപ്പോൾ 3/4 ഗ്ലാസ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാം. പക്ഷേ ഞാനിപ്പോൾ വാനില എസൻസ് ചേർക്കുന്നില്ല. ഒരുപാട് മുട്ടയുടെ കുത്തൊന്നും വരില്ല, ഒരു മുട്ട മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതേസമയം ഒട്ടും മുട്ടയുടെ സ്മെല്ല് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് എന്ത് ചെയ്യണം? നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും കൂടിയിട്ടുള്ള മിശ്രിതം ഇട്ട് കൊടുക്കാം. നമ്മളിടുമ്പോൾ അറ്റ് എ ടൈം ഒരുമിച്ച് ഇടാൻ പാടില്ല, കുറച്ച് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്യുക. കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കട്ടകളെല്ലാം ഉടച്ച് മിക്സ് ആയതിന് ശേഷം നമുക്ക് പിന്നെ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തത് കംപ്ലീറ്റ് അതിലേക്ക്
മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല, ഒരേ ഡയറക്ഷനിൽ മാത്രം മിക്സ് ചെയ്താൽ മതി. പിന്നെ ചെറിയ ചെറിയ തരികൾ കിടക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഉണ്ടാക്കി വരുമ്പോൾ എല്ലാം ശരിയായിക്കോളും. അപ്പോൾ ഞാൻ എല്ലാം മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പതുക്കെ അങ്ങനെ എല്ലാം കൂടി എടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ കൺസിസ്റ്റൻസി തിക്കാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പാല് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ബാറ്റർ ഇല്ലേ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഇതിൽ വേണ്ടത്. ഇച്ചിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 3/4 ഗ്ലാസ് 1 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും പാല്. അത് നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ലൂസ് ആവാൻ പാടില്ല. കൺസിസ്റ്റൻസി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. എപ്പോഴും ഫോർക്ക് എടുക്കുക നമ്മൾ മിക്സ് ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടും. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ഫോർക്ക് ഉപയോഗിക്കുന്നത്. അത് മതി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ 3/4 ഗ്ലാസും പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടപ്പ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടാവട്ടെ. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാനിനി എക്സ്ട്രാ ബട്ടറോ എണ്ണയോ തടവുന്നില്ല. അതേസമയം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് നോൺ സ്റ്റിക്ക് പാൻ ഇല്ല, ഇരുമ്പിൻ്റെ പാനാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചൂടാവുന്ന സമയത്ത് ഒരു അല്പം ബട്ടർ ഒന്ന് തടവി കൊടുക്കുക. അല്പം മാത്രം, ഒരുപാട് വേണ്ട. ചില പാനിൽ ഒട്ടിപ്പിടിക്കും. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുക്കാൻ പറയുന്നത് കേട്ടോ. മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആ ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. പിന്നെ ഞാൻ ടേസ്റ്റ് നോക്കി, എല്ലാം കറക്റ്റാണ്. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഉപ്പ് ഓവറാവാൻ പാടില്ല. അതേസമയം ഉപ്പ് ഇച്ചിരി കുറഞ്ഞ് കഴിഞ്ഞാലും ടേസ്റ്റ് കുറവാകും. അപ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് ഇടുക. പിന്നെ പഞ്ചസാരയൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും മേപ്പിൾ സിറപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സ്പ്രെഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് പഞ്ചസാര ഇപ്പോൾ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പഞ്ചസാര വിരോധികളാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ പഞ്ചസാര ഇട്ടാൽ മതിയാവും. പക്ഷേ കുട്ടികൾക്കൊക്കെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ സാധാരണ ഇടാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാൻ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാറ്റർ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറിൻ്റെയൊക്കെ ഗുണം നഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ പാൻ കേക്ക് അങ്ങ് വീർത്ത് വരില്ല. അതുകൊണ്ട് മിക്സ് ചെയ്ത് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോൾ തിരക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ രാവിലെ എല്ലാം കൂടി ചിലപ്പോൾ ഒരുമിച്ച് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈദയും ബേക്കിംഗ് പൗഡറും മിക്സ് ചെയ്ത് റെഡിയാക്കി ഒരു പാത്രത്തിലെടുത്ത് വെക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ എല്ലാം കൂടി ഒരുമിച്ച് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനൊരു ദിവസം എന്ത് ചെയ്തെന്ന് അറിയാമോ, എനിക്ക് പിള്ളേർക്ക് രാവിലെ പാൻ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം രാത്രി ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ട്, അതായത് ബാറ്റർ ആക്കിയിട്ട് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പക്ഷേ അതിൽ ഞാൻ ബേക്കിംഗ് പൗഡർ മാത്രം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ പുറത്ത് എടുത്ത് ഒരു 4:30 ആകുമ്പോൾ ഞാൻ പുറത്തെടുത്ത് വെച്ചു. 5:30 ആകുമ്പോഴേക്കും അതിൻ്റെ തണുപ്പ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അതിലോട്ട് ബേക്കിംഗ് പൗഡർ മാത്രം എക്സ്ട്രാ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എപ്പോഴും നല്ലത് ഫ്രഷ് ആയിട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. നിവൃത്തിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ പാൻ ഒരു മീഡിയം ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കതിലോട്ട് നമ്മുടെ ബാറ്റർ ഓരോ തവി വീതം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ദോശമാവ് ഒഴിച്ചിട്ട് പരത്തുന്ന പോലെ പാൻ കേക്ക് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നിട്ട് കുക്കാവട്ടെ. ഇച്ചിരി ഒന്ന് കഴിയുമ്പോൾ കംപ്ലീറ്റ് ഹോൾ വന്നതിന് ശേഷം നമുക്കങ്ങ് തിരിച്ചിടാം. ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഹോൾസൊക്കെ ഇങ്ങനെ പതുക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഒഴിവാക്കാം. അല്ല അതിന് പകരമായിട്ട് കുറച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാൻ പറ്റുമെന്ന് ചിലപ്പോൾ ചോദിക്കാൻ വഴി ഉണ്ടാവും നിങ്ങൾ. പക്ഷേ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതെങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഹോൾസ് വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചിടാം. കണ്ടോ, ഈവൻ ആയിട്ടുള്ളൊരു കളർ വരും. നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ അങ്ങ് മാറി വേറൊരു ഡാർക്ക് ബ്ലാക്ക് കളർ വരും. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് കൈപ്രസം വരികയും ചെയ്യും, കാണാനും നന്നായിട്ടുണ്ടാവില്ല. ഒരിക്കൽ പോലും നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ട് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു നല്ലൊരു ഗോൾഡൻ കളറാണ് നമ്മുടെ പാൻ കേക്കിന് വേണ്ടത്. പിന്നെ തിരിച്ചിട്ടതിന് ശേഷം അധിക സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി നമ്മുടെ പാൻ കേക്ക് കുക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അടച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം വരും, അതായത് വെള്ളത്തുള്ളികൾ ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ ആ പാൻ കേക്കിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം ഒരു 30 സെക്കൻഡൊക്കെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. നമുക്കിത് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് നോൺ സ്റ്റിക്ക് അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്നതിന് മുമ്പായി ജസ്റ്റ് ഒന്ന് എണ്ണയോ ബട്ടറോ ഒന്ന് തടവി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി പിടിക്കും. അടുത്ത തവി ഒഴിച്ചു കൊടുക്കാം. വെറുതെ ഒഴിച്ചാൽ മാത്രം മതി. ഞാൻ പറഞ്ഞ പോലെ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല.
തന്നെത്താൻ അതങ്ങ് പരന്നു പൊക്കോളും കേട്ടോ. ഓരോ പാൻ കേക്കും തനിയെ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. ഒന്നിൻ്റെ മേലെ ഒന്നും വെക്കാൻ പാടില്ല ചൂടോട് കൂടിയിട്ട്. അപ്പോൾ അതങ്ങ് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് എപ്പോഴും സൂക്ഷിക്കുക. അപ്പോൾ അടുത്ത രണ്ടാമത്തേനും ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഒരു വശം കുക്കായി കിട്ടാൻ തിരിച്ചിടുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാ പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എത്ര പാൻ കേക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉണ്ടാക്കിയതിന് ശേഷം മിക്കവാറും എനിക്ക് സാധാരണ രീതിയിൽ 8 പാൻ കേക്കാണ് ഈ ഒരു ബാറ്ററിൽ നിന്ന് എനിക്ക് കിട്ടാറുള്ളത്. അപ്പോൾ പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലഫി പാൻ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറിൻ്റെ എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാലാണ് ഫ്ലഫി ആയിട്ട് വരിക. പക്ഷേ ഒരുപാട് ഇങ്ങനെ ഫ്ലഫി ആവുന്ന ആവശ്യം എനിക്ക് തോന്നുന്നില്ല. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് വരാറുണ്ട്. പിന്നെ ഒരിക്കലും ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ദോശയൊക്കെ തട്ടുകടയിലത്തെ ദോശ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അത് ആവശ്യത്തിനനുസരിച്ച് പൊങ്ങിക്കോട്ടെ. അതിനുശേഷം നമുക്കങ്ങ് കോരി എടുത്ത് മാറ്റി വെച്ചാൽ മാത്രം മതി. പരത്താനും പാടില്ല, പ്രസ് ചെയ്യാനും പാടില്ല. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഉണ്ടാക്കിയതിന് ശേഷം എത്ര എണ്ണം കിട്ടിയെന്ന് നിങ്ങളടുത്ത് പറയാം. ഓക്കെ, ഇതാ ഞാനിപ്പോൾ പാൻ കേക്ക് മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 8 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് തേൻ കൂട്ടി കഴിക്കാം. അതിന് മേപ്പിൾ സിറപ്പ് എന്ന് പറഞ്ഞിട്ട് സിറപ്പ് വാങ്ങിക്കാൻ കിട്ടും. അത് കൂട്ടി കഴിക്കാം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ്. അപ്പോൾ ഞാൻ മോന് കൊടുത്തു വിടുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മേപ്പിൾ സിറപ്പ് ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡ് വീട്ടിൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ് സ്പ്രെഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ന്യൂട്ടെല്ലയുടെ ടേസ്റ്റുള്ള ആ സംഭവം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ കുറച്ച് സ്ട്രോബെറി മാംഗോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ടിഫിൻ ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ബാച്ചിലേഴ്സിലാണെങ്കിലും ഒരു ലേസി മോർണിംഗിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പാൻ കേക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ കേക്ക് കഴിച്ച് നോക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ മേപ്പിൾ സിറപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് തേനേക്കാളും ഇഷ്ടം മേപ്പിൾ സിറപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഉള്ളിൽ നിറച്ച് ഹോൾസ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. ഞാൻ പറഞ്ഞ പോലെ മൈദ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആട്ട ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ കൂടെ സ്ട്രോബെറി കൂടെ കഴിക്കാം. ഞാൻ സ്ട്രോബെറി ഉള്ളതുകൊണ്ട് സ്ട്രോബെറി കാണിച്ചു എന്ന് മാത്രം. സ്ട്രോബെറി ഒരു നിർബന്ധമില്ല കേട്ടോ, ഒരു നല്ല കളർ കോൺട്രാസ്റ്റിന് വേണ്ടി ഉപയോഗിച്ചെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈസി പീസി ആയിട്ടുള്ള നമ്മുടെ പാൻ കേക്ക്. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള അതേസമയം ഈസി പീസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. മഴ പെയ്യോ നന്ദു? മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാണുന്നില്ല, ഒരു ബേർഡിനെ പോലെ എനിക്ക് കാണുന്നു. ബസ് വരുന്നില്ലല്ലോ.